നാഷണൽ ഹെറാൾഡ് കേസിലെ കുറ്റപത്രത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ദില്ലിയിൽ നിന്ന് PR സുനിൽ നമുക്കൊപ്പം. PR സുനിൽ, ഷമാ മുഹമ്മദിനെ അടക്കം പിടിച്ചുകൊണ്ടുപോവുകയാണോ? ഇപ്പോൾ AICC ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ്. ഇപ്പോൾ ഷമാ മുഹമ്മദിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ബലം പ്രയോഗിച്ച് ഏതാണ്ട് എല്ലാവരെയും ഞങ്ങളെ നിങ്ങൾക്ക് പ്രതിഷേധം ചെയ്യും. ലോക്തന്ത്ര ഖത്തം ഹൈ. ജനാധിപത്യം is not democracy. We cannot go to the ED office. ഞങ്ങൾ വിടില്ല. നമ്മളെ ജയിലിലിടും. പക്ഷെ ഞങ്ങൾ നാളെ ജയിലിൽ പുറത്തു വരും. ഞങ്ങൾ പ്രതിഷേധം ചെയ്യും. നമ്മളെ വിടുന്നില്ല. നടക്കാൻ വിടുന്നില്ല ഈ ഓഫീസിൽ. എന്തുകൊണ്ട്? എവിടെയാ ഇത് നടക്കുന്നത്? ജനാധിപത്യമുണ്ടോ? അവര് പറയുന്നത് നമുക്ക് പ്രതിഷേധം ചെയ്യാൻ പാടില്ല. അധികാരമാണ്, ഞങ്ങളുടെ അവകാശമാണ് പ്രതിഷേധം. നമ്മൾ വിടില്ല. ജയിലിലത്തെ എന്ത് വേണം ചെയ്തോട്ടെ. എന്താണെന്നറിയില്ല. ഞങ്ങൾ നേതാവ് രാഹുൽ ഗാന്ധിനെ നമുക്ക് പേടിയില്ല. എന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ പേടിക്കരുത്, പേടില്ല. ദളിച്ച് കൊണ്ടുപോയില്ല പോലീസ്. ദളിച്ച് മുടി കണ്ടോ? എന്തായാലും പോലീസ് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ഷമാ മുഹമ്മദ് പറയുന്നത്. ഏതായാലും പ്രതിഷേധിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. ED ഓഫീസിലേക്ക് നടന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നതിനിടയിലാണ് ഏതായാലും ഇപ്പോൾ പോലീസ് ഇവരെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നാണ് ഏതായാലും കോൺഗ്രസ് പറയുന്നത്. AICC ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തിയപ്പോഴാണ് പോലീസ് നടപടിയുണ്ടായത്. ഏതായാലും നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു, ബാരിക്കേഡുകൾ തള്ളിമാറ്റി മുന്നോട്ട് വന്നാൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് പറഞ്ഞതായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവർത്തകർ ED ഓഫീസിലേക്ക് നടന്ന് പ്രതിഷേധിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയതും പിന്നീട് പോലീസ് നടപടി ഉണ്ടാവുകയാണ്. ഏതായാലും ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഒരു സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ പോലീസ് സന്നാഹമുണ്ട്. AICC ഓഫീസിന് മുന്നിൽ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിഷേധത്തെ ഈ റോഡിലേക്ക് ഇറങ്ങിയാൽ, അക്ബർ റോഡിലേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ കണ്ടതുപോലെ തന്നെ എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കും എന്നാണ് ഏതായാലും പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും സംഘർഷാവസ്ഥ ഇപ്പോൾ കോൺഗ്രസിന്റെ ദില്ലിയിലെ ഈ അക്ബർ റോഡിലെ ഓഫീസിന് മുന്നിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഈ കോൺഗ്രസ് ഓഫീസിലുണ്ട്. അല്പസമയം മുമ്പാണ് സച്ചിൻ പൈലറ്റ് എത്തിയത്. മറ്റ് ദേശീയ നേതാക്കളൊന്നും തന്നെ ഏതായാലും നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതി ചേർത്തതിന് എതിരെയാണ് ED ഓഫീസിലേക്ക് മാർച്ചുമായി പോകാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. അതിനിടയിലാണ് അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്.